ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. പ്രദീപ് ജോസഫ് നൽകും വിവരങ്ങൾ. പ്രദീപ്, ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമുള്ള തുടർ നടപടികളിൽ എങ്ങനെയാണ്? പെൺകുട്ടി കൊച്ചി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. ഇന്ന് രാവിലെയാണ് പെൺകുട്ടിയെ വീടിനുള്ളിൽ മാരകമായി മുറിവേറ്റ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തലയോലപ്പറമ്പ് സ്വദേശി അനൂപ് പിടിയിലായത്. അനൂപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അനൂപും ഈ പെൺകുട്ടിയും തമ്മിൽ വർഷങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. തുടർന്ന് ഇരുവരും അടുത്ത സുഹൃത്തുക്കളായി. അനൂപ് ഇടയ്ക്കിടെ പെൺകുട്ടിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. പലപ്പോഴും അനൂപ് ഈ പെൺകുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് പെൺകുട്ടി ഏതാണ്ട് ബോധരഹിതയായി വീട്ടിൽ വീണ് കിടക്കുന്ന നിലയിൽ എത്തിയത്. വധശ്രമത്തിനും ഒപ്പം ബലാത്സംഗത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് ഇത്തരത്തിൽ ചോറ്റാനിക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം തികച്ചും ഒരു ഒറ്റപ്പെട്ട പശ്ചാത്തലത്തിലുള്ള കുട്ടിയാണ് ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടത്. കുട്ടിയുടെ രണ്ടാനച്ഛൻ ഏതാണ്ട് 5 വർഷം മുൻപ് മരിച്ചുപോയി. രണ്ടാനമ്മയും കുട്ടിയും തമ്മിൽ ചില സമയങ്ങളിലൊക്കെ അകന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇതൊക്കെ പ്രതിക്ക് വീട്ടിൽ വരാൻ സഹായകമായി എന്ന് കരുതുന്നു. അതേസമയം നാട്ടുകാർ ഇയാളെക്കുറിച്ച് നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നും പറയപ്പെടുന്നു. അല്പസമയം മുൻപാണ് തലയോലപ്പറമ്പ് സ്വദേശി അനൂപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാളെ കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. ഇയാൾ നേരത്തെയും ഇങ്ങനെ ഉപദ്രവിച്ചു. ഇപ്പം നേരത്തെ നമ്മൾ ആ വളർത്തമ്മയുടെ പ്രതികരണമൊക്കെ കണ്ടിരുന്നു. ഈ പെൺകുട്ടി വീണതാണെന്ന് പറഞ്ഞു, പക്ഷേ അത് ഉപദ്രവിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ അമ്മയുടെ പ്രതികരണം നമ്മൾ കണ്ടു. അപ്പോൾ എത്ര നാളായി ഇങ്ങനെ ഒരു ക്രൂരമായ പീഡനങ്ങൾ ഇയാൾ നടത്തുന്നു? അതിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാതികൾ ഉണ്ടാവുകയോ അതോ ഈ പെൺകുട്ടി അതിനെതിരെ എന്തെങ്കിലും മറ്റുള്ളവരോട് എന്തെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുകയോ ചെയ്തിട്ടുണ്ടോ പ്രതി? ദിവിഷ്, ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്നതിനെതിരെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ഇയാളെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെയും ഇയാൾ ഇവിടെ എത്തിയിരുന്നു. ഒരു സുഹൃത്തിൻ്റെ ബൈക്കിലാണ് എത്തിയത്. ഇയാൾ എത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. അതേസമയം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇയാൾ ഈ പെൺകുട്ടിയെ മാരകമായി അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പറയുന്നത്. മാധ്യമങ്ങളോടും അവർ പറഞ്ഞത് അത് തന്നെയാണ്. തനിക്ക് അതിനെ ചെറുക്കാൻ കഴിഞ്ഞതില്ല. ഒരു വേള അതുകൊണ്ടുകൂടിയാണ് താൻ ചില സമയങ്ങളിൽ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് മാറി താമസിച്ചിരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയിലാണ് ഇയാൾക്കെതിരെ ബലാത്സംഗത്തിനും ഒപ്പം വധശ്രമത്തിനും കേസെടുത്തിരിക്കുന്നത്. നാളെ പ്രതിയായ തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ ഹാജരാക്കും. അതേസമയം നേരത്തെ തന്നെ ഇയാൾ ഇത്തരത്തിൽ ഈ വീട്ടിൽ വരുന്നതിനെതിരെ മറ്റും പരാതി നൽകിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഗൗരവമായ നടപടികൾ ഉണ്ടായില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഇയാളെ മുൻപ് പോലീസ് വിളിച്ച് താക്കീത് ചെയ്ത് വിടുകയും മറ്റും ചെയ്തിരുന്നു. മറ്റ് ഗൗരവമായ തരത്തിലുള്ള പരാതികൾ ഇയാൾക്കെതിരെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം എന്ന് പറയുന്നത്.